തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന വൈഷ്ണയെ ഒഴിവാക്കിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുത് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. വെറും രാഷ്ട്രീയം കളിക്കരുത് എന്നും കോടതിയുടെ താക്കീതുണ്ട്. കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ താല്പര്യം എന്താണ് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. വൈഷ്ണയുടെ അപ്പീലിൽ 19-നകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണം. ഇതുണ്ടായില്ലെങ്കിൽ കോടതി ഇടപെടുമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുണ്ടായ നിരീക്ഷണങ്ങൾ? എന്ത് ഇടപെടലാണ് കോടതി നടത്താൻ പോകുന്നത്? ദിവിഷ, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് തന്നെ നിഷേധിക്കുന്ന സംഭവം അത് ശരിയായ രീതിയല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ആദ്യം ചോദിച്ചത് ഈ വൈഷ്ണ സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നാണ് അവരുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. അപ്പോൾ തന്നെ കോടതി പറഞ്ഞത് ഇൻജസ്റ്റിസ്, അതായത് ഇത് നീതീകരിക്കാവുന്നതല്ല എന്ന് കോടതി ഒറ്റ വാക്കിൽ പറയുകയാണ് ചെയ്തത്. കാരണം വാർഡിൽ താമസക്കാരിയാണ്, സ്ഥിരമായി അവിടെ താമസിക്കുന്നതാണ്, മുൻപ് അവർ വോട്ടും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട്, അന്തിമ വോട്ടർ പട്ടികയിലും അവരുടെ പേരുണ്ട്. അപ്പോൾ പിന്നീട് ആ വോട്ട് നീക്കം ചെയ്തത് ശരിയല്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അവിടെ സാങ്കേതികമായ കാരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും ചൂണ്ടിക്കാണിക്കാനുണ്ടായത്. കാരണം അവരുടെ താമസിച്ച വീടിന്റെ നമ്പർ മാറിപ്പോയി എന്നതാണ്. അവർ അത് ഹിയറിംഗിന് വിളിച്ചപ്പോൾ അവർ ഹാജരാക്കിയ ആദ്യത്തെ സത്യവാങ്മൂലത്തിലും ആ നമ്പർ മാറിപ്പോയി. അങ്ങനെ ആ സാങ്കേതികമായ കാരണങ്ങളാലാണ് അവരുടെ വോട്ട് നിഷേധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്നതാണ് വ്യക്തമാക്കിയത്. ഇന്ന് കോടതി പറഞ്ഞത് ഇതിൽ കൃത്യമായി നടപടിയെടുക്കണം, അതായത് ഇവരുടെ വോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എന്നതാണ് കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഹൈക്കോടതിയുടെ അധികാരം ഉപയോഗിക്കേണ്ടി വരും എന്നുകൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് 19-നകം വൈഷ്ണ സുരേഷിന്റെ ഈ അപ്പീലിൽ തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 19-നകം അവർ വീണ്ടും വോട്ടർ പട്ടികയിലേക്ക് വരുമെന്ന കാര്യം തീർച്ചയാണ്. അവർക്ക് മത്സരിക്കാനുള്ള അവകാശവും തിരിച്ചു കിട്ടുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഹൈക്കോടതി തന്നെ അവരുടെ ഹർജിയിൽ തീരുമാനമെടുക്കും. എന്തായാലും 20-ാം തീയതി വൈഷ്ണ സുരേഷിന്റെ ഹർജിനെ ഹൈക്കോടതി പരിഗണിക്കും. സ്വാഭാവികമായും അവരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്ന വിവരമായിരിക്കും ഈ വരണാധികാരി കോടതിയെ അറിയിക്കാൻ പോകുന്നത്. ശരി, പിന്നിലാണ് വിവരങ്ങൾ നൽകിയത്. വലിയ വിവാദമായ ഒരു വിഷയമായിരുന്നു. കോൺഗ്രസുമൊക്കെ ശക്തമായ രംഗത്തിറങ്ങി അങ്ങനെയാണ് നിയമ പോരാട്ടത്തിലേക്ക് പോയത്. ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനമാണ്. എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾക്കകം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാം.